പാല് കുടിക്കുന്ന പൂച്ച കണ്ണ് ചിമ്മിയിട്ട് പാല് കുടിക്കുമ്പോ പൂച്ചയുടെ വിചാരത ആരും കാണൂല എന്നാണ്. അതേപോലെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് ആരും ഇല്ലെങ്കിൽ ചുളുവിൽ മെല്ലെ കൈ നിർത്തിടും. കാണിക്കും. ഈ ഇബ്നു ഹസ്മിന്റെ സനദാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇബ്നു കസീറിലും ഖുർത്തുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ കോവിൽ ഉണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്, അതേപോലെ പിന്നെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ ഇഹ്തിസാമിൽ പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബ് ഹംബലി ഏതിലോ ഉദ്ധരിച്ച് നോക്കിയിട്ട് വേണം, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഫസ്സിറുകൾ. തർക്കമില്ലാത്ത ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമില്ലാത്ത വ്യത്യസ്ത പദങ്ങൾ വന്നിട്ടുണ്ട്. ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണിയെ കുറിച്ച് മലപ്പുറത്ത് വെച്ച മുഖാമുഖത്തിൽ ഒരു സുന്നി പ്രവർത്തകൻ ചോദിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന് മറുപടി എത്ര കോൺഫിഡൻസോടുകൂടിയാണ്, എത്ര കിതാബികൾ എണ്ണി പറഞ്ഞു അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ആ കിതാബിലുണ്ടോ? അപ്പൊ ഇയാൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്നൊക്കെ പറയില്ലേ, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിലുണ്ട്, നിങ്ങൾ അംഗീകരിക്കൂലെന്നോ? അപ്പൊ എന്താ സുന്നികളായ ഒരാള് അത് കേൾക്കുമ്പോ പടച്ചോനെ ഷെയ്ഖ് ജിലാനി തങ്ങളെ കിതാബിലുണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ വരെ ചോദിച്ച ആള് പിന്നാലെ കൂടി ഇത് കാണിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോ ദയനീയമായിട്ട് തിരുത്തുന്നത് നോക്കൂ നിങ്ങൾ. എന്റെ ധാരണയിൽ ഒരുപാട് ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ അഹ്മദ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ ധാരണ. അത് മാത്രമല്ല പറഞ്ഞത്, എല്ലാ കിതാബിലുണ്ട്, മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലോകത്ത് തർക്കം തന്നെയില്ല. ആ പറഞ്ഞ മഹാനാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ആദ്യത്തോട് പറഞ്ഞു ഓർമ്മ എല്ലാം നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ സ്വാഭാവികം ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആലോചിക്കുമ്പോ മനസ്സിക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ ആ ബോധത്തിൽ പറയാണ്, കുത്തുകൾക്കുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖുണ്ട്, മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖിലോ ഇല്ല. ഇല്ലത്രേ. അതിനെ പറ്റിയാണ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, തർക്കല്ല എന്നൊക്കെ പറഞ്ഞത്. ബാക്കി അതൊരു പേര് പറഞ്ഞെടുത്ത് എന്ന് മാത്രം. ഈ ധാരണപ്പശകാണ് നിങ്ങളുടെ തൗഹീദിലൊക്കെ ഉള്ളത്. ഇത് നിങ്ങൾ അവിടെ വെച്ചാൽ മതി. ഇത് ലോകത്ത് വിശ്വാസികളുടെ മുമ്പിൽ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ട. നിങ്ങളുടെ ഊഹാപോഹങ്ങളും നിങ്ങളുടെ ധാരണകളും പെശകുകളും ഒക്കെ വീട്ടിൽ പറയാം, നാട്ടിൽ ഇറങ്ങരുത്. അതല്ലേ അതിന്റെ ഒരു മാന്യത അല്ലേ? വീട്ടിൽ നിങ്ങൾ പറഞ്ഞോളി, ആരും ചോദ്യം ചെയ്യാൻ വരൂല. പക്ഷെ നാട്ടിലിറങ്ങി പറയുമ്പോ ഇതുപോലെ പരസ്യമായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യുകയും തിരുത്തിക്കുക തന്നെ ചെയ്യും. അതിന്റെ സാമ്പിളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. പരസ്യമായിട്ട് കളവ് പറഞ്ഞിട്ട് അത് പിടിക്കപ്പെട്ടു. ഞാനിങ്ങനെ രസകരമായിട്ട് ആലോചിക്കാണ്, ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടാണ് ഇദ്ദേഹം ഈ മാപ്പ് പറയുന്നത്. അപ്പൊ ഈ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ ഫൈസൽ മൗലവി മാതൃകയുള്ള പണ്ഡിതൻ, വറയുള്ള പണ്ഡിതൻ, തെറ്റുപറ്റിയപ്പോൾ തിരുത്തുന്ന പണ്ഡിതൻ കേട്ടപ്പോ ഓർമ്മ വന്നത് ഞാൻ അവിടെ എഴുതി കൊടുത്തു. എന്തെന്നറിയോ? എന്താ? തൊണ്ടി മുതൽ തിരിച്ചു കൊടുത്ത് കള്ളൻ മാതൃകയായി. അതുകൊണ്ട് കളവുഷാറാവോ? ആ പണിയല്ലേ? പച്ചയായിട്ട് പിടിക്കപ്പെട്ടപ്പോ ഇതാരും പിടിച്ചിട്ടില്ലെങ്കിലോ? ഇവര് കാലങ്ങളായിട്ട് ഇതുകൊണ്ട് നടക്കണ്.